Hi, welcome to my classroom. Today's topic is cell. Here we are discussing about internal resistance of a cell, electromotive force or EMF of a cell, then terminal potential difference capital V, and finally we have a small derivation that is a relation connecting these three: internal resistance, EMF and potential terminal potential difference. So, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. Topics are internal resistance, small letter r, then electromotive force or EMF of a cell, then terminal potential difference capital V, and finally a small derivation, the relation connecting these three parameters, that is resistance, internal resistance, EMF and potential difference. So first നമുക്ക് internal resistance ലേക്ക് കടക്കാം. Internal resistance പറഞ്ഞാൽ it is the resistance offered by the electrolyte of a cell. ഒരു സെല്ല് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, ഒരു സർക്യൂട്ടിൽ നമ്മളൊരു സെല്ല് കണക്ട് ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിലേക്ക് സെല്ല് തന്നെ ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. സെല്ലിൻ്റെ ഇൻസൈഡിൽ ഒരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് ആസ് ഇന്റേണൽ റെസിസ്റ്റൻസ്. സോ ദിസ് ഇസ് എ ഡെഫിനിഷൻ ഫോർ ഇന്റേണൽ റെസിസ്റ്റൻസ്: ദ ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ ദ ഇലക്ട്രോലൈറ്റ് ഓഫ് ദ സെൽ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ് ത്രൂ ഇറ്റ്. സോ നമുക്ക് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ സർക്യൂട്ട് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാം. സിമ്പിൾ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പോണൻസേ ഉള്ളൂ: ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ ആൻഡ് ആൻ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഓർ എക്സ്റ്റേണൽ ലോഡ്. സോ ദിസ് ഈസ് ദ ഡയഗ്രാം. ഹിയർ ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ ഈസ് കണക്റ്റഡ് ടു എ ലോഡ് റെസിസ്റ്റർ ക്യാപിറ്റൽ R. ഹിയർ ഇലക്ട്രോലൈറ്റ് ഉണ്ട്. Two electrodes are there, anode and cathode. Here it is സിങ്ക് റോഡ് ആൻഡ് കോപ്പർ റോഡ്. പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ഉണ്ട്. സോ നമുക്കറിയാം ഈ ഒരു സെല്ലിൽ കെമിക്കൽ റിയാക്ഷൻസ് വഴി ഡ്യൂ ടു സം കെമിക്കൽ റിയാക്ഷൻ കോപ്പറിൽ പോസിറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്യുന്നു, സിങ്കിൽ നെഗറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്യുന്നു. ഈ ഒരു സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്ലോസ്ഡ് സർക്യൂട്ട്. സോ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലെ കൂടെ പാസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്റേണൽ ആയിട്ട് എവിടെ കൂടെ പാസ് ചെയ്യുന്നുണ്ട്? ആ സെല്ലിന്റെ ഇൻസൈഡിലും കൂടെ പാസ് ചെയ്യുന്നുണ്ട്. കോപ്പറിൽ നിന്നും സിങ്കിലേക്കും, സിങ്കിൽ നിന്നും കോപ്പറിലേക്കും ഒരു ഇലക്ട്രോൺസും അല്ലെങ്കിൽ ചാർജസിന്റെ ഫ്ലോ ഉണ്ട്. ആ ഒരു ചാർജസിന്റെ ഫ്ലോയ്ക്കെതിരായിട്ട് ഇലക്ട്രോലൈറ്റിലെ അയോൺസ് ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ദ റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫേർഡ് ബൈ ദ ions of the electrolyte, that is called the internal resistance of the cell. അപ്പോൾ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ ചാർജസ് ഇതിലേക്കൂടെ പാസ് ചെയ്യണം, ഇലക്ട്രോലൈറ്റ് കൂടെ പാസ് ചെയ്യണം. ആ ഇലക്ട്രോലൈറ്റ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇറ്റ് സിംബൽ ഈസ് സ്മോൾ ലെറ്റർ R. സോ നമ്മളൊരു സെല്ലിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് സിംബൽ നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ? പോസിറ്റീവ് ടെർമിനൽ നീളമുള്ളത്, ദെൻ റൈറ്റിൽ നെഗറ്റീവ് ടെർമിനൽ. ഈ ഒരു സെല്ല് നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ whenever we connect a cell means what? It offers some internal resistance to the circuit. അതാണ് മീനിങ്. അപ്പോൾ ഈ ഒരു സെല്ല് കണക്ട് ചെയ്യുമ്പോൾ അതിനുള്ളിൽ തന്നെ ഏതുണ്ട്? ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. സോ ആക്ച്വൽ ഡയഗ്രാം ഇങ്ങനെയാണ് വരുന്നത്. സെല്ലിൻ്റെ കൂടെ തന്നെ ഒരു സ്മോൾ റെസിസ്റ്റൻസും കൂടി അറ്റാച്ച്ഡ് ആണ്. സോ ദിസ് ഈസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. We cannot neglect this internal resistance. ഒരു സർക്യൂട്ടിൽ ഒരിക്കലും നമുക്ക് നെഗ്ലക്ട് ചെയ്യാവുന്ന ഒരു ഫാക്ടർ അല്ല ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇൻ അഡീഷൻ ടു ദ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് വി വോണ്ട് ടു കൺസിഡർ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓൾസോ. ഓക്കെ, സോ നെക്സ്റ്റ് വി വോണ്ട് ടു ഡിസ്കസ് അബൌട്ട് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഏതൊക്കെ ഘടകങ്ങളെയാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആശ്രയിക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയാം റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത്, ഏരിയ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു നോക്കാം. ഫസ്റ്റ് വൺ ഈസ് nature of electrolyte. Nature of electrolyte means greater the conductivity of electrolyte, lesser is the internal resistance. അപ്പോൾ ഓരോ ഇലക്ട്രോലൈറ്റിനും ഓരോ കണ്ടക്ടിവിറ്റി ആണുള്ളത്. ഇലക്ട്രോലൈറ്റ് മാറുന്നതനുസരിച്ച് കണ്ടക്ടിവിറ്റി മാറിക്കൊണ്ടിരിക്കും. സോ ഗ്രേറ്റർ കണ്ടക്ടിവിറ്റി മീൻസ് ലെസ്സർ ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇലക്ട്രോലൈറ്റിൻ്റെ നേച്ചർ മാറുന്നതനുസരിച്ച് ഇന്റേണൽ റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഫാക്ടർ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് internal resistance is directly proportional to the concentration of electrolyte. Concentration എന്ന് പറഞ്ഞാൽ നമുക്കറിയാം number of ions present in the electrolyte. Concentration കൂടുതലെന്ന് പറഞ്ഞാൽ എന്താണ്? highly concentrated എന്ന് പറഞ്ഞാൽ അയോൺസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. സോ
അയോൺസിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇന്റേണൽ റെസിസ്റ്റൻസും കൂടിക്കൊണ്ടിരിക്കും. സോ കോൺസെൻട്രേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഡൈലൂട്ട് ആണെങ്കിൽ അയോൺസിൻ്റെ എണ്ണം കുറവായിരിക്കും, സോ റെസിസ്റ്റൻസും കുറവായിരിക്കും. സോ ദിസ് ഇസ് എ നെക്സ്റ്റ് വൺ. ആൻഡ് തേർഡ് വൺ ഈസ് internal resistance is directly proportional to the distance between the electrodes. Distance between the electrode എന്ന് പറഞ്ഞാൽ the path of the current അഥവാ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. കോപ്പർ റോഡും സിങ്ക് റോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. ആ സെപ്പറേഷൻ കൂടുന്നതനുസരിച്ച് ഇന്റേണൽ റെസിസ്റ്റൻസും കൂടും. വി ക്യാൻ സേ R directly proportional to L. R is directly proportional to L, distance between the electrodes. So next നമുക്ക് വേണ്ടത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ്. ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിക്രീസസ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേനും ഇലക്ട്രോലൈറ്റ് ബിക്കം മോർ തിൻ. അപ്പം ഇലക്ട്രോലൈറ്റ് തിൻ ആവും തോറും നമുക്ക് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മീനിങ് ഈസ് ഫോർ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുക. So fact is that as temperature increases, conductance decreases, or temperature decreases, conductance increases and resistance decreases. Here നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. നമ്മുടെ ബാറ്ററി ഒക്കെ നമ്മൾ എവിടെ കീപ്പ് ചെയ്യാനാണ് പറയുന്നത്? ഓപ്പൺ എയറിൽ അല്ലെങ്കിൽ നല്ല വെന്റിലേഷൻ ഉള്ള സ്ഥലത്ത് സൂക്ഷിക്കാനാണ് പറയുന്നത്. എന്താ കാര്യം? അല്ലെങ്കിൽ ഡാമേജ് ആയി പോകും. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കറണ്ട് കൂടും, പക്ഷെ കറണ്ട് കൂടിയാലോ ടെമ്പറേച്ചറും കൂടും. അപ്പം കറണ്ട് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം അത് ബാറ്ററി ഡാമേജ് ആവാൻ കാരണമാകും. അതുകൊണ്ടാണ് ബാറ്ററി നമ്മൾ വളരെ സേഫായിട്ട് മോർ വെന്റിലേഷൻ ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ എയർ പാസേജ് ഉള്ള സ്ഥലത്ത് നമ്മൾ കീപ്പ് ചെയ്യാൻ കാരണം ടെമ്പറേച്ചർ മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഏതാണ്? ടെമ്പറേച്ചർ ഡിക്രീസസ്, ഇന്റേണൽ റെസിസ്റ്റൻസ് ഇൻക്രീസസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ നെക്സ്റ്റ് ഫൈനലി internal resistance is inversely proportional to the area of the plate dipped in the solution. ഡയഗ്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആ സിങ്ക് റോഡും കോപ്പർ റോഡും ഡിപ്പ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പം സിങ്ക് റോഡും കോപ്പർ റോഡും എന്തുമാത്രം ഇലക്ട്രോലൈറ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട് ആ ഒരു ഏരിയനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഡയഗ്രത്തിൽ സിങ്ക് റോഡും കോപ്പർ റോഡും ഡിപ്പ് ചെയ്തിരിക്കുന്ന ഏരിയ കാണാം. അപ്പം അത്രയും ഏരിയനെയാണ് R ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഏരിയ കൂടുന്നതനുസരിച്ച് R ഡിക്രീസ് ചെയ്യും. ഏരിയ കൂടിയാൽ R ഡിക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് നമുക്കറിയാം കാർ ബാറ്ററി ഒക്കെ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ പറയാറുണ്ട്, എന്താണ് കാർ ബാറ്ററി ഒക്കെ ഫുള്ളി ഫിൽഡ് ആയിരിക്കണം അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കണം എന്ന് പറയും. കാരണം എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കുമ്പോൾ ഇലക്ട്രോഡ് രണ്ടും കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഇമേഴ്സ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ അതിൽ ഡിപ്ഡ് ആയിരിക്കും. മുങ്ങിയിരിക്കുന്നത് കൊണ്ട് ഏരിയ കൂടുതലായിരിക്കും അല്ലേ? ഇലക്ട്രോലൈറ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഇലക്ട്രോഡിൻ്റെ ഏരിയ, ഇലക്ട്രോലൈറ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഇലക്ട്രോഡിൻ്റെ ഏരിയ കൂടുന്നതനുസരിച്ച് ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. സോ ദീസ് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്ന ഇങ്ങനെയാണ്, ഇലക്ട്രോലൈറ്റിലെ ഓഫർ ചെയ്യുന്ന ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. വി കനോട്ട് നെഗ്ലക്ട് ദിസ് ഇന്റേണൽ റെസിസ്റ്റൻസ്. സോ വെൻ നമ്മളൊരു ഡയഗ്രാം അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇറ്റ്സ് ഇന്റേണൽ റെസിസ്റ്റൻസ്. Our next topic is electromotive force or EMF of a cell. Electromotive force അഥവാ EMF എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് ആൻ എനർജി ഓർ വർക്ക് ഡൺ ബൈ ദ സോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഒരു സെല്ലിൻ്റെ ലോവർ പൊളാരിറ്റി അഥവാ ലോവർ പൊട്ടൻഷ്യൽ ടെർമിനലിൽ നിന്നും ഹയർ പൊട്ടൻഷ്യൽ ടെർമിലേക്ക് ഒരു ചാർജിനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന വർക്ക് അഥവാ എനർജീനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ it is a work done by the source in taking a unit positive charge from its lower potential terminal to the higher potential terminal. So its equation എങ്ങനെ വരും? Epsilon is equal to work done divided by charge, that is W divided by Q. Its unit is volt. So from here we can define 1 volt. Let 1 volt define ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. That is that if an electrochemical cell supplies energy of 1 joule for the flow of 1 coulomb of charge through the whole circuit. Whole circuit means what? Including the cell. Then its EMF is said to be 1 volt. That's the definition of 1 volt. ഇവിടെ ഇക്വേഷനിൽ 1 joule of വർക്കും 1 coulomb of charge വർക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? വോൾട്ടിൻ്റെ ഡെഫിനിഷൻ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഡയഗ്രാം നമ്മൾ സെയിം ഡയഗ്രാം തന്നെ നമ്മൾ ഒന്നുകൂടെ റീഡ്രോ ചെയ്ത് ഇവിടെ
ഇവിടെ വി മൈനസ് എന്ന് പറയുന്നതാണ് ലോവർ പൊട്ടൻഷ്യൽ ടെർമിനൽ, വി പ്ലസ് എന്ന് പറയുന്ന ഹയർ പൊട്ടൻഷ്യൽ ടെർമിനലാണ്. ഒരു ചാർജിനെ ലോവർ പൊട്ടൻഷ്യലിൽ നിന്നും ഹയർ പൊട്ടൻഷ്യൽ ടേമിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന ഒരു വർക്ക് ഡൺ അഥവാ എനർജീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡ്രൈവിംഗ് ഫോഴ്സിനെയാണ് EMF എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ സെൽ. സെല്ല് ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ സെല്ലിൻ്റെ ഒരു ഫീച്ചറാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, EMF എന്ന് പറയുന്നത്. സോ EMF ഈസ് ദ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷേർഡ് ഇൻ ഓപ്പൺ സർക്യൂട്ട്. ഇപ്പോൾ ഈ ഒരു സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്, നമ്മളവിടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അഥവാ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന് പകരം നമ്മളൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വോൾട്ട് മീറ്റർ മെഷർ സം വോൾട്ടേജ്. പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അഥവാ ഒരു ഓപ്പൺ സർക്യൂട്ടിലെ ടെർമിനൽ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ EMF എന്ന് വിളിക്കുന്നത്. സോ ഹിയർ എപ്സിലോൺ ഈസ് ഈക്വൽ ടു V പ്ലസ് മൈനസ് V മൈനസ് അല്ലെ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ. സോ V പ്ലസ് മൈനസ് മൈനസ് V മൈനസ് എന്താണ്, V മൈനസിന്റെ സൈൻ നെഗറ്റീവ് ആണ്, അവിടെ നെഗറ്റീവ് ചാർജസ് ആണ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ വി ഹാവ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു V പ്ലസ് പ്ലസ് V മൈനസ്. ദിസ് ഈസ് ദ EMF ഓഫ് എ സെൽ. ആൻഡ് നമുക്കറിയാം ടെർമിനൽ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുള്ളതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ടെർമിനൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലുള്ള പൊട്ടൻഷ്യലാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ. അഥവാ ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ കമ്പോണന്റിന്റെ രണ്ട് എൻഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഒരിക്കലും അത് സെല്ലിന്റെ അല്ല, ഏത് കമ്പോണന്റിന്റെയും ആവാം. രണ്ട് ടെർമിനലുകൾക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ by unit positive charge from one terminal to other terminal outside the cell during the flow of current. So that is called a terminal potential. So a terminal potential always less than EMF of a cell. നമുക്കറിയാം, ഡയഗ്രത്തിലേക്ക് ഒന്ന് നോക്കിയാൽ നമുക്കറിയാം ഒരു 5 ജൂൾ ഓഫ് വർക്ക് വേണം നമ്മൾ ആ ഒരു റെസിസ്റ്റൻസിലെ കൂടെ ചാർജിനെ ഫ്ലോ ചെയ്യിക്കാൻ വേണ്ടി വരുന്ന വർക്ക് 5 ജൂളാണ്. അപ്പോൾ 5 ജൂൾ ഡിവൈഡഡ് ബൈ Q യൂണിറ്റ് പോസിറ്റീവ് ചാർജ് 5/1 ഈസ് ഈക്വൽ ടു 5 ജൂൾ ആണ് വേണ്ടി വരുന്നത്. സോ 3 ജൂൾ വർക്ക് വേണം സെല്ലിൽ കൂടെ, അഥവാ പോസിറ്റീവിൽ നിന്ന് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്ക് ആ സെല്ലിൽ ഇൻസൈഡിൽ വേണ്ടി വരുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് 3 ജൂളാണ്. സോ ടോട്ടൽ EMF എന്ന് പറഞ്ഞാൽ 5 + 3 8 വോൾട്ട് ആണ്. പക്ഷേ ടെർമിനൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഏതാണ്, സെല്ലുമായിട്ട് ഒരു റിലേഷനും ഇല്ല, എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള 5 ജൂൾ പെർ 1 കൂളംബ്, ദാറ്റ് ഈസ് 5 വോൾട്ട് ഈസ് ദ ടെർമിനൽ പൊട്ടൻഷ്യൽ ഹിയർ. അതാണ് പറയുന്നത്, എപ്പോഴും വോൾട്ടേജ് എന്ന് പറയുന്നത് ലെസ് ദാൻ EMF ആയിരിക്കും. EMF എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് സെൽ. So this is the electromotive force or EMF of a cell and the terminal potential difference. Terminal potential difference always less than that of the EMF of a cell. So next നമുക്ക് കൂടുതൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള ഡിഫറൻസസ് അല്ലെങ്കിൽ ഒരു കമ്പാരിസണിലേക്ക് നമുക്ക് കടക്കാം. So comparison between EMF of a cell and the potential difference or terminal potential difference. These are the main points. EMF and the potential difference. First one is EMF is maximum potential difference between two electrodes of the cell when no current is drawn from. That means ഒരു ഓപ്പൺ സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അല്ലെങ്കിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ആണ് EMF എന്ന് പറയുന്നത്. ദെൻ PD എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൻ്റെ ആണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ദ ഡെഫിനിഷൻ ആണ്, EMFന്റെ ഡെഫിനിഷൻ എഴുതുക, റൈറ്റ് സൈഡിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെഫിനിഷൻ എഴുതുക. EMF എന്ന് പറഞ്ഞാൽ അറിയാം, വർക്ക് ഡൺ ബൈ ദ സോഴ്സ് ഇൻ ടേക്കിംഗ് എ യൂണിറ്റ് ചാർജ് വൺസ് അറൗണ്ട് എ കംപ്ലീറ്റ് സർക്യൂട്ട്. പക്ഷേ ടെർമിനൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ടേക്കിംഗ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ഓഫ് ദ സർക്യൂട്ട് ടു ദ അതർ പോയിന്റ്. അഥവാ ഇപ്പം നമ്മളൊരു റെസിസ്റ്റർ എടുക്കുകയാണെങ്കിൽ, ക്യാപിറ്റൽ R എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്ക് ചാർജിനെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ഒരു വർക്ക് ഡൺ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് EMF. The term EMF is used only for source. ഒരു സോഴ്സിന്റെ മാത്രം പ്രോപ്പർട്ടിയാണ് EMF എന്ന് പറഞ്ഞാൽ. EMF is the property of a cell. Then it is potential difference is measured between any two points of the circuit. ഒരു സർക്യൂട്ടിന്റെ ഏത് രണ്ട് പോയിന്റുകൾക്കിടയിൽ നമുക്ക് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാം. ഒരു ബൾബ് ഉണ്ടെങ്കിൽ ബൾബിന്റെ രണ്ട് എൻഡുകൾ തമ്മിൽ PD ഉണ്ട്, റെസിസ്റ്റർ ഉണ്ടെങ്കിൽ അതിന്റെ രണ്ട് എൻഡുകൾ തമ്മിൽ PD ഉണ്ട്. പക്ഷേ EMF എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്ലോസ്ലി റിലേറ്റഡ് ടു സെൽ. Next, it is greater than PD across any circuit element. Then it is always less than EMF. നമ്മൾ സർക്യൂട്ടിൽ കണ്ടു കഴിഞ്ഞ സ്ലൈഡിൽ. Then next is
EMF is a cause. നമ്മളൊരു സെല്ല് കണക്ട് ചെയ്താൽ ഒരു EMF നമ്മൾ അപ്ലൈ ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ EMF is the cause and PD is the effect. So these are the main differences this is a comparison between EMF and potential difference of a cell. Okay. നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ റിലേഷൻ കണക്ടിങ് ദീസ് ത്രീ. നമ്മൾ ഇന്ന് പഠിച്ച ഇന്റേണൽ റെസിസ്റ്റൻസ്, EMF ഓഫ് ദ സെൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇത് മൂന്നും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷനിലേക്ക് നമ്മൾ വരുവാണ്, അഥവാ എക്സ്പ്രഷൻ ഫോർ ഇന്റേണൽ റെസിസ്റ്റൻസ്. സോ ഫസ്റ്റ് വി വോണ്ട് ടു കൺസിഡർ എ സെൽ ഓഫ് EMF എപ്സിലോൺ, ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ലെറ്റർ r ആൻഡ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R. ഡയഗ്രാം വളരെ വ്യക്തമാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ ഡയഗ്രാം ഡ്രോ ചെയ്യണം ഡെറിവേഷൻ ചോദിച്ചാൽ. ബൈ ഡെഫിനിഷൻ ഓഫ് EMF we can say work done by the cell in carrying a unit charge along the closed circuit. അഥവാ that is equal to എന്താണ്, work done in carrying a unit positive charge from charge against external resistance plus work done in carrying a unit charge against internal resistance. അപ്പോൾ സെല്ലിൻ്റെ അകത്തൂടെ ഉള്ള ഒരു വർക്ക് ഡൺ ഉണ്ട്, സെല്ലിന് ഔട്ട്സൈഡിലുള്ള വർക്ക് ഡൺ ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ സം ആയിരിക്കും EMF എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു വി പ്ലസ് വി നമ്മൾ എഴുതി. സ്മോൾ ലെറ്റർ വി ഇൻസൈഡ് ആണ്, ക്യാപിറ്റൽ വി എന്നുള്ള ഔട്ട്സൈഡ് ദ സെല്ലാണ്. ബൈ ഓംസ് ലോ വി ഈസ് ഈക്വൽ ടു I into R. ഓർ വി ക്യാൻ സേ ദ എബോവ് ഇക്വേഷൻ ബിക്കംസ്, ഇക്വേഷൻ നമ്പർ 1 എങ്ങനായിട്ട് മാറി, എപ്സിലോൺ ഈസ് ഈക്വൽ ടു IR പ്ലസ് I into സ്മോൾ r. കറണ്ട് ഈസ് സെയിം, സർക്യൂട്ടിലെ കറണ്ട് സെയിം ആണ്. സോ IR പ്ലസ് IR, ഒന്നാമത്തെ ഇക്വേഷൻ ഇങ്ങനായിട്ട് മാറി. സോ നെക്സ്റ്റ് I കോമൺ ആണ്, സോ I into R പ്ലസ് R. ദ നെക്സ്റ്റ് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് കറണ്ട് ഇൻ ദ സർക്യൂട്ട് I ഈസ് ഈക്വൽ ടു നമ്മൾ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എപ്സിലോൺ ഡിവൈഡഡ് ബൈ R പ്ലസ് R വന്നു. ദെൻ ദ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ദ സെൽ ഈസ്, നമുക്കറിയാം V ഈസ് ഈക്വൽ ടു I into R, ദാറ്റ് ഈസ് എപ്സിലോൺ ഐയുടെ സ്ഥാനത്ത് I ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ R പ്ലസ് ആറിൻ്റെ വാല്യൂ കൊടുത്തു. ദെൻ ഇൻറ്റു ക്യാപിറ്റൽ R. ജസ്റ്റ് റീഅറേഞ്ച്മെന്റ്, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ടെർമിനൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു. ദെൻ ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ്, ഫസ്റ്റ് ഇക്വേഷൻ എപ്സിലോൺ ഈസ് ഈക്വൽ ടു വി പ്ലസ് വി ആണ്. സോ ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു എപ്സിലോൺ മൈനസ് സ്മോൾ വി, ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ മൈനസ് സ്മോൾ വി മീൻസ് വോട്ട് I ഇൻറ്റു സ്മോൾ r. ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ സ്മോൾ ലെറ്റർ R ആണ്. സോ ഇവിടെ നിന്ന് നമുക്ക് R ഈസ് ഈക്വൽ ടു എപ്സിലോൺ മൈനസ് വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ I. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഓർ റീഅറേഞ്ചിങ്, നമുക്ക് ഐയുടെ വാല്യൂ ഓംസ് ലോ അനുസരിച്ച് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് R ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ വി മൈനസ് 1 ഇൻറ്റു ക്യാപിറ്റൽ R. സോ എക്സ്റ്റേണൽ റെസിസ്റ്റൻസും കൂടെ തരുവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം. അഥവാ EMFും പൊട്ടൻഷ്യൽ ഡിഫറൻസും ആണ് ഉള്ളതെങ്കിൽ നമുക്ക് R ഈസ് ഈക്വൽ ടു എപ്സിലോൺ മൈനസ് വി ബൈ I. ദിസ് ഈസ് ദ റിലേഷൻ കണക്ടിങ് എപ്സിലോൺ വി ആൻഡ് small letter R internal resistance, അഥവാ expression for internal resistance. So try to solve some problems. Questions വളരെ സിമ്പിൾ ആണ്, നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. Try to solve this. Thank you.